അപ്പം മെഡിക്കൽ പോകണമെന്നുണ്ടെങ്കിൽ +2 വീണ്ടും പഠിക്കണം. +2 വീണ്ടും പഠിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഏതാണ്? ഈ ഒരു NIS കോഴ്സാണ്. സോ ഈ ഒരു എഡ്യൂക്കേഷൻ ഇത്രയും കാലം വിട്ട് നിൽക്കണമെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റുമോ? എനിക്ക് ഇത് ഈസി ആവുമോ? ടഫ് അല്ലേ? ഇതൊക്കെ എടുത്ത് പാസ്സാവാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള പ്രശ്നം മാറും. നമുക്ക് ഏറ്റവും ഈസി ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ നമ്മുടെ എഡ്യൂക്കേഷനെ മാറ്റാൻ പറ്റും. ഓക്കെ, Q&A എന്നൊക്കെ പറയുന്നത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമാണ്. സോ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. സോ ആ ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ്സിന്റെ ബേസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇനി പ്രായം മറന്ന് SSLC +2 നേടിയെടുക്കാം. അതും വെറും 6 മാസം കൊണ്ട്. ലോകത്തിൽ എവിടെയിരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 6 മാസം കൊണ്ട് +2 നേടിയെടുക്കാം, അല്ലെങ്കിൽ 10ാം ക്ലാസ് നേടിയെടുക്കാം. ഇതാണ് ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചത് പാസ്സാക്കിയെടുത്ത് +2 കഴിഞ്ഞ് കുട്ടികൾ ഡിഗ്രിക്കും മറ്റുള്ള മേഖലയിലോട്ടൊക്കെ പോകാൻ തുടങ്ങി. എല്ലായിടത്തിലോട്ടും നമ്മളെ കുട്ടികൾ എത്തി, എല്ലാ മേഖലയിലോട്ടും. നമ്മുടെ ഈ ഒരു ലോകത്തിൽ തന്നെ പല മേഖലയിലോട്ട് നമ്മളെ കുട്ടികളെ സക്സസ്ഫുള്ളി നമുക്കൊരു 5-6 വർഷം കൊണ്ട് റീച്ച് ചെയ്യാൻ പറ്റി. ഇപ്പോഴും നമ്മൾ ഒരുപാട് കുട്ടികൾ പഠിച്ച് ഇതാ വിജയത്തിലോട്ട് കൊണ്ടുവരിക. നമ്മൾ പഠനം മുടങ്ങിയ ആളുകൾക്കൊക്കെ വീണ്ടും ആ ഒരു പഠനം നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ ഒരു NIS കോഴ്സിലൂടെ നമ്മൾ ബാസ് സ്റ്റഡി ഒരുക്കിയില്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 6 മാസം കൊണ്ടുള്ള +2 10ാം ക്ലാസ് ഈ ഒരു വർഷത്തെ ബാച്ച് ക്ലോസിംഗ് ആണ്. സോ ഈ ഒരു വർഷം ഈ ഒരു കോഴ്സ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. +2 നമ്മൾ പരീക്ഷ എഴുതി. ഓക്കെ, +2 തന്നെ നമ്മൾ ചിലപ്പോൾ +1 പഠിച്ചു, +1 ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ +2 നമുക്ക് എഴുതാൻ പറ്റില്ല. +1 ഫുൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും അസുഖം കാരണം, എന്തെങ്കിലും കാരണം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതല്ലെങ്കിൽ മാരേജ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു +1 തന്നെ 2 വർഷത്തെ +1 +2 നമുക്ക് പകുതിയിൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അതല്ലെങ്കിൽ നമ്മൾ +1ഉം +2ഉം പഠിച്ചു. +2 വരെ നമ്മൾ പഠിച്ചു. പക്ഷേ +1ഉം +2 രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം +2 എത്തിയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കോഴ്സ് വീണ്ടും നമുക്ക് ഇൽനെസ്സോ അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പ്രയാസം കാരണം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിഫറൻസ് ഇൻസെക്യൂരിറ്റീസ് ആണ്. നമുക്കറിയാം എന്തോ പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു +1 +2 എന്നുള്ള പഠനം മുടങ്ങാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ ഈ ഒരു +1 +2 തന്നെ 6 മാസം കൊണ്ട് നമുക്ക് +1 +2 നേടിയെടുക്കാം. +2 6 മാസം കൊണ്ട് ഡയറക്റ്റ് +1 ഇല്ല, ഡയറക്റ്റ് +2 അതേപോലെ 10ാം ക്ലാസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് NIOS നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമ്മൾ ഇപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഇന്ത്യയിൽ ഒരുപാട് ബോർഡുകളുണ്ട്. പക്ഷേ ഏറ്റവും വാല്യൂ ഉള്ള ബോർഡും നമുക്ക് എല്ലാവിധ അംഗീകാരവും ലഭിക്കുന്ന ഒരു ബോർഡാണ് നമ്മുടെ NIOS എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു ബോർഡാണ്. ഒരു വർഷം ഒരു ബാച്ച് 6 മന്ത്സ് തന്നെ ഏകദേശം 2 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷത്തിൽ ഏകദേശം ഓൾ ഇന്ത്യയിൽ 4 lakhs എബോവ് സ്റ്റുഡൻസ് പരീക്ഷ എഴുതി വിജയിക്കുന്നത് ഈ ഒരു NIS കോഴ്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു NIS ബാച്ചിലോട്ട് നമ്മൾ വരുമ്പോൾ അപ്പോൾ +2 നമ്മൾ പഠിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ +2 തന്നെ നമുക്ക് ഇനി +1ഉം +2ഉം 2 വർഷം പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യേണ്ട, 2 വർഷം +1 +2 കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് അറിയും പിന്നെ +1 +2 2 വർഷം എല്ലാവരും പഠിച്ചെടുത്തു, പിന്നെ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ 6 മാസം കൊണ്ടെന്ന് ചോദിച്ചു. മക്കളെ, ഇവിടെ നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് നമുക്ക് 2 വർഷത്തെ ഗ്യാപ്പ് 2 ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് +2 എടുക്കാൻ പറ്റും. ഡയറക്റ്റ് നിങ്ങൾക്ക് +2 എക്സാമിനേഷൻ എഴുതാൻ പറ്റും. അത് വാലിഡ് ആണ്. ഇവിടെ +1 +2 ഫുള്ളായിട്ട് ഇനി പഠിക്കേണ്ട കാര്യമില്ല. സോ ഇത് നമുക്ക് നമ്മൾ UGC അപ്രൂവ്ഡ് ആണ്. നമുക്ക് ഡിഗ്രിയിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാ UGC മാത്രമല്ല, നമുക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആണ്. നീറ്റ് എക്സാം എഴുതാൻ പറ്റും. സോ നിങ്ങൾ +2 ഇപ്പോൾ നമ്മളെ ചില കുട്ടികൾ വരാറുണ്ട്, +2 ഹ്യൂമാനിറ്റീസ് പാസ്സായി ഡിഗ്രിക്കൊക്കെ പോകണം, എനിക്ക് മെഡിക്കലിലോട്ട് പോകണം ആഗ്രഹമുണ്ട്. അപ്പം മെഡിക്കലിൽ പോകണമെന്നുണ്ടെങ്കിൽ +2 വീണ്ടും പഠിക്കണം. +2 വീണ്ടും പഠിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഏതാണ്? ഈ ഒരു NIS കോഴ്സാണ്. സോ +2 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നിങ്ങൾ ഒരു +2 ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പാസ്സായിട്ട് വീണ്ടും സയൻസ് എടുക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് പാരലായിട്ട് ഈ NIS കോഴ്സിലൂടെ സയൻസ് പാസ്സാവാം. ബയോ സയൻസോ മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് പാരലായിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് മെർച്ചന്റ് നേവി റിക്രൂട്ട്മെന്റ് അതല്ലെങ്കിൽ ആർമി പല മേഖലകളുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ കുട്ടികൾ നമ്മുടെ അടുത്ത് ഈ ഒരു NIS കോഴ്സിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു NIS കോഴ്സ് നമ്മൾ ഈ ഒരു 6 മാസം കൊണ്ട് +2 10ാം ക്ലാസ് എന്നുള്ളത് +2 ഇല്ലാത്തവർക്ക് മാത്രമല്ല, ഓൾറെഡി +2 എടുത്ത കുട്ടികൾക്ക് വീണ്ടും അവർക്ക് ഉദ്ദേശിച്ച ലെവലിൽ പോകാൻ വേണ്ടിയിട്ട് വീണ്ടും +2 എടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. സോ ആർക്കാണെങ്കിലും ഇത് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഈ 6 മാസം കൊണ്ട് +2 10ാം ക്ലാസ് പാസ്സാവാൻ വേണ്ടിയിട്ട്
ഈ ഒരു ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്ന ലാസ്റ്റ് ടൈമാണ്. നമുക്ക് 2 മാസത്തോളമായിട്ട് നമ്മളെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് മാർച്ച് 15 വരെയാണ് നമ്മുടെ ഈ വർഷത്തെ ബാച്ച് 2025. നമുക്ക് ഈ ഒരു സെപ്റ്റംബർ ഇനി ഒരു 6 മാസമുള്ളൂ. നമ്മളിപ്പോൾ ഇത് ഫെബ്രുവരി മാസമായി. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 6 മാസം കൊണ്ട് നമുക്ക് ഡയറക്റ്റ് പരീക്ഷ എഴുതി സെപ്റ്റംബർ ഒക്ടോബറിൽ പരീക്ഷ നടത്തി നമുക്ക് ഈ വർഷം തന്നെ +2 പാസ്സാൻ പറ്റും. ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഈ അക്കാഡമിക് ഇയറിൽ ഡിഗ്രിക്ക് പോകാനും പറ്റും. ഓക്കെ, സോ ഈ ഒരു മാർച്ച് 15 വരെയാണ് മക്കളെ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. മാർച്ച് 15 സോ അതിലേക്ക് നമുക്കിനി വെറും നമ്മുടെ കയ്യിൽ ഒരു 20-25 ഡേയ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ. ലാസ്റ്റ് ടൈമാണ്. സീറ്റുകളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. നമുക്കിപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സെന്ററിൽ തന്നെ നമുക്ക് എക്സാമിനേഷൻ കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ ഏറ്റവും ഏർലി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ബാച്ചിലോട്ട് നമ്മൾ +2 വരികയാണ് എന്നുണ്ടെങ്കിൽ, +2 മാത്രമല്ല +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ വരുന്നത് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരും. ഈ ഒരു 25 എന്ന് പറയുമ്പോൾ 6 മാസം എന്നുള്ളൂ. ഈ 6 മാസം കൊണ്ട് തന്നെ നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഈ വർഷം തന്നെ നമുക്ക് പാസ് ഔട്ട് ആകാൻ പറ്റും. നമ്മുടെ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ വർഷം തന്നെ കരസ്ഥമാക്കാം. ഇനി പാസ് ഔട്ട് ആയ കുട്ടികൾക്ക്, +2 പാസ്സായ കുട്ടികൾക്ക് ഡിഗ്രിക്ക് ആണെങ്കിൽ ഈ അക്കാഡമിക് ഇയർക്ക് തന്നെ, അതായത് ജൂലൈ ഇൻടേക്ക് തന്നെ നിങ്ങൾക്ക് ഡിഗ്രിക്ക് കയറാൻ പറ്റും. ഓക്കെ, ഡിഗ്രിക്ക് പോകാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു +2 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് 3 സ്ട്രീം +2ലും, അതേപോലെ 10ാം ക്ലാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് SSLC നമുക്ക് 5 വിഷയങ്ങൾ. ഓക്കെ, +2 ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും നമുക്കിവിടെ 5 സബ്ജക്ട്സുകളാണ് പാസ് ആവേണ്ടത്. അതിൽ നമുക്കറിയാം, ഒന്ന് ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിരിക്കും. സെക്കൻഡ് ലാംഗ്വേജ് മലയാളമോ ഹിന്ദിയോ അറബി ഏതെങ്കിലും ലാംഗ്വേജ് ആയിരിക്കും. ദെൻ 3 മെയിൻ സബ്ജക്ട്സുകൾ, അതായത് ഐച്ഛിക വിഷയങ്ങൾ 3 അങ്ങനെയാണ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, ഇത്ര സബ്ജക്ട്സുകളാണ് നമ്മൾ മെയിൻ സബ്ജക്ട്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇങ്ങനെ എടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ നീറ്റ് എക്സാമിനൊക്കെ പോകണം എന്നുള്ള കുട്ടികളാണെങ്കിൽ ഈ 3 PCB ആണ് നോക്കുക. എഞ്ചിനീയറിംഗിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ PCM ആണ് നോക്കുക. സോ ഇങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ മാത്സും കമ്പ്യൂട്ടർ അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. സോ ഇത്രയും സബ്ജക്ട്സ് നമ്മുടെ ബാസിൽ അവൈലബിൾ ആണ്. സോ ഇതിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ കൊമേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ സബ്ജക്ട്സ് എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈസി സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത സബ്ജക്ട്സ് കുട്ടികൾ എടുക്കും. കോമ്പിനേഷൻ ഇല്ലാത്ത എടുക്കരുത്. നമ്മൾ എടുക്കുന്ന കോമ്പിനേഷൻ നമ്മുടെ കേരള ഗവൺമെന്റ് അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ കേരള ബോർഡ് അംഗീകരിക്കുന്ന സബ്ജക്ട്സ് തന്നെ എടുക്കണം. എന്നാലേ നമുക്ക് എല്ലാ ഈക്വലൻസിയും കിട്ടുള്ളൂ. നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ബോർഡാണെങ്കിൽ പോലും നമുക്ക് കേരളത്തിലും ഇത് PSCക്കോ മറ്റു മേഖലയിലോട്ടൊക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നമുക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് എടുക്കണമെങ്കിൽ പോലും നമ്മൾ ആ വാല്യൂ സബ്ജക്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കൊമേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ നമ്മൾ ബാസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്, അക്കൗണ്ടൻസി, പൊളിറ്റിക്സ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ ഏതെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ്. ഓക്കെ, ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ സബ്ജക്ട് വേണമെങ്കിൽ എല്ലാത്തിലും ഡാറ്റ എൻട്രി ആഡ് ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് ഏതെങ്കിലും ഒന്ന്. ഓക്കെ, SSLCയിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം ഏത് സെക്കൻഡ് ലാംഗ്വേജ്, ദെൻ മെയിൻ സബ്ജക്ട്സുകളാണ് സയൻസ് ആൻഡ് ടെക്നോളജി, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്. ഈ 3 സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കേരളത്തിലോട്ട് നമുക്ക് ഈക്വലൻസി, അതല്ലെങ്കിൽ നമുക്ക് കേരളത്തിലോട്ട് നമുക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാത്തിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ കേരളത്തിലുള്ള കുട്ടികളാവുമ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിന്റെ ഈക്വലൻസി നോക്കിയിട്ടാണ് ഈ എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇത്രയും സബ്ജക്ട്സുകൾ മെയിൻ സബ്ജക്ട്സുകളാണ്. ഇത് എന്തായാലും വേണം. ഓക്കെ, സബ്ജക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ പോലും നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ വാല്യൂ ഉള്ള സബ്ജക്ട്സ് എടുത്ത് പഠിച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഈസി ആവുള്ളൂ. ഇതൊന്നും അറിയാതെ ഒരുപാട് കുട്ടികൾ ഏതൊക്കെയോ സബ്ജക്ട്സ്, ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞതല്ലാതെ ഏതൊക്കെയോ കോമ്പിനേഷൻ എടുത്ത് വരും. എന്നിട്ട് അവസാനം പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ആ പറഞ്ഞ മേഖലയിലോട്ടൊന്നും പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ സബ്ജക്ട് കോമ്പിനേഷനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ബാസിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കറക്റ്റ് റൈറ്റ് കോമ്പിനേഷൻസ് ആണ്, റൈറ്റ് ചോയ്സ് ആണ്. സോ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റും. ഇനി ഇതിന്റെ അഡ്മിഷൻ നടക്കുന്നത് മാർച്ച് 15 വരെ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലോട്ട് എൻറോൾ ആവാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷനായിട്ട് ഡിസ്റ്റന്റ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിനു വിട്ട് നിൽക്കുന്ന ആളുകളാണ് കൂടുതലായിട്ട് വരിക. അപ്പോൾ നമുക്ക് അവർക്ക് സ്റ്റാർട്ടിങ് തന്നെ ഇത് ഏറ്റവും ഈസി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫൗണ്ടേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ +2 ആണെങ്കിലും ശരി, 10ാം ക്ലാസ് ആണെങ്കിലും ശരി, നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെയൊക്കെ ബേസ്, ഇപ്പോൾ സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജിയുടെ ബേസ്, പൊളിറ്റിക്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു ബേസ്, ഓരോ സബ്ജക്റ്റിൻ്റെയും ബേസ് ആണ് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുന്നത്. സോ ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ വരെ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. ബേസിക് ഫൗണ്ടേഷൻ ലെവലാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ആ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ്സിന്റെ ഒക്കെ ബേസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു എഡ്യൂക്കേഷൻ ഇത്രയും കാലം വിട്ട് നിൽക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റുമോ, എനിക്ക് ഇത് ഈസി ആവോ, ടഫ് അല്ലേ, ഇതൊക്കെ എടുത്ത് പാസ്സാവാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള പ്രശ്നം മാറും. നമുക്ക് ഏറ്റവും ഈസി ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ നമ്മൾ എഡ്യൂക്കേഷനെ മാറ്റാൻ പറ്റും. ഓക്കെ, ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ അക്കാഡമിക്സ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അക്കാഡമിക്സ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ സബ്ജക്ട് ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളാണ്. സോ ഇത് നമുക്കൊരു 6 monthsന്റെ കോഴ്സാണ്. അതിൽ തന്നെ ലാസ്റ്റ് 1.5 months എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ ആണ്. ഓക്കെ, റിവിഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അതിലാണ് നമ്മൾ നമ്മുടെ
എക്സാം ഓറിയൻറ്റഡ് പുതിയ എക്സാം പാറ്റേണിലുള്ള നമ്മുടെ Q&A സെഷൻസ് ഒക്കെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അതായത് Q&A എന്നൊക്കെ പറയുന്നത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമാണ്. സോ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫുൾ കോഴ്സ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു 6 മാസം കൊണ്ട് തന്നെ നല്ല മാർക്കോടുകൂടി, നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 90+ മാർക്ക് ഓരോ സബ്ജക്റ്റിൽ നേടാൻ നമുക്ക് ഈ ഒരു NAS കോഴ്സിലൂടെ സാധ്യമാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട്, നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ അതിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെഷൻ ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. മറക്കണ്ട മക്കളെ, മാർച്ച് 15 എന്ന് പറയുന്ന ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ആണ്. മാർച്ച് 10 വരെയൊക്കെ സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സോ മാർച്ച് 10 അപ്പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഈ ഒരു വർഷം നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് അടുത്ത വർഷം, അടുത്ത ഏപ്രിൽ 2026 നമുക്ക് ഇനി ബാച്ച്, നോർമൽ ബാച്ച് വരുന്നത്. സോ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി അഡ്മിഷൻ എടുക്കാം. ഈ മാർച്ച് 15 കഴിഞ്ഞ്, ഇപ്പോൾ മാർച്ച് 15 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഒക്ടോബർ ബാച്ചിക്ക് തന്നെ അഡ്മിഷൻ എടുക്കാം. എന്നാൽ മാർച്ച് 16 ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു മാർച്ചിൽ നമുക്ക് അടുത്ത ഏപ്രിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ഏപ്രിലേക്ക് എന്ന് പറയുമ്പോൾ നിയർലി നമുക്ക് ഒരു വർഷത്തെ ഗ്യാപ്പ് വരും. ഇപ്പോൾ നമുക്ക് 6 മാസം കൊണ്ട് കിട്ടുന്നത് ഈ മാർച്ച് 15 ശേഷം നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ മാർച്ച് 15 രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഈ ഒരു 6 മാസം കൊണ്ട് കിട്ടും. മാർച്ച് 16 നമ്മളിത് എടുക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന എപ്പോഴാണ്, അടുത്ത വർഷം ഏപ്രിൽ 26. അപ്പോൾ കുട്ടികൾ, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ കുട്ടികൾ വിചാരം ഈ ഒക്ടോബർ വരെ പരീക്ഷ, ഒക്ടോബറിലാണല്ലോ പരീക്ഷ എന്തായാലും വരുന്നത്, അപ്പോൾ അതുവരെ സമയം ഉണ്ടല്ലോ ആയിരുന്നു. അപ്പോൾ ഒക്ടോബറിൽ എന്ന് പറയുന്നത് ഈ കോഴ്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് 6 മാസം രജിസ്ട്രേഷൻ 6 മാസത്തിന് മുമ്പ് തന്നെ ക്ലോസ് ചെയ്യും. അതായത് നമ്മൾ രജിസ്ട്രേഷൻ ഒരു 9 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഇതിൽ ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്യും, രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ വെറും 6 മാസം പഠിക്കാനായിട്ടുണ്ടാവും. 6 മാസം. അപ്പോൾ 6 മാസം കൊണ്ടുള്ള +2 എന്നൊക്കെ പറയുമ്പോൾ ഈ 6 മാസത്തിൻ്റെ പഠന സമയമാണ്. അതിന് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. സോ അതാണ് ഇപ്പോൾ നമുക്ക് ഈ ക്ലോസിംഗ് ടൈം ഒക്ടോബർ 25 വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഏപ്രിലാണെങ്കിൽ നമുക്ക് അതിനൊരു 3 മാസം രജിസ്ട്രേഷൻ തന്നെ ഉണ്ടാവും, അഡ്മിഷൻ തന്നെ ഉണ്ടാവും. സോ അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ അടുത്ത ഏപ്രിൽ 26 എനിക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മറക്കണ്ട. ഈ ഒരു വർഷം തന്നെ നമുക്ക് എടുത്ത് പഠിച്ച് ഒരു ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. +2 എനിക്ക് ഈ വർഷം തന്നെ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ബാച്ച് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. മാർച്ച് 15 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിലെന്ന് വെച്ചാൽ +2 ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും നമുക്ക് പരീക്ഷ ഫുള്ളായിട്ട് മലയാളത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. മലയാളത്തിൽ നമുക്ക് പരീക്ഷ എഴുതാം. സയൻസ് ആണെങ്കിലും കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. സയൻസിലെ കുട്ടികൾ ഇംഗ്ലീഷിലാണ് പ്രിഫർ ചെയ്യാറുള്ളത് എങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ മീഡിയം മലയാളത്തിൽ തന്നെ പരീക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് ആണെങ്കിലും നമുക്ക് സബ്ജക്ട്സുകളൊക്കെ മലയാളത്തിൽ കൊടുക്കാം. +2 നമുക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസുകളൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ കൊടുക്കാം. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സിലൊക്കെ മിക്ക കുട്ടികളും മലയാളം മീഡിയമാണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. ഹ്യൂമാനിറ്റീസിലൊക്കെ എല്ലാ കുട്ടികളും മലയാളത്തിലാണ് വരാറുള്ളത്. കാരണം നമുക്കിത് ഈസി ആയിട്ട് മലയാളത്തിൽ എടുക്കാൻ പറ്റും. സോ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നമ്മൾ കുട്ടികൾ പറയാറുണ്ട്. സോ ഈ ഒരു കാര്യം കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിൽ പരീക്ഷ എഴുതാന്ന് പറയുമ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, ഇംഗ്ലീഷ് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ കുറച്ചുകൂടി ഈസിയാണ് മലയാളത്തിൽ പരീക്ഷ എഴുതാന്നുള്ളത്. മാത്രമല്ല NAOസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര ടഫ് ഇല്ല. വാല്യൂവിൻ്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ഈസി വാല്യൂഷൻ നടക്കുന്നത് NAOസിലാണ്. അപ്പോൾ ഇതല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേരുണ്ട് ഓൺലൈനായിട്ട് പരീക്ഷ നടത്തുന്നു, ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും, പൈസ കൊടുത്ത സർട്ടിഫിക്കറ്റ് തരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ സംഭവങ്ങളും തട്ടിപ്പാണ് മക്കളെ, ഫേക്കാണ്. സോ ഇറ്റ്സ് എ ഫേക്ക് സർട്ടിഫിക്കേഷൻ, ഫേക്ക്. ഓക്കെ, അപ്പോൾ അതിലോട്ട് നിങ്ങൾ പോവാതിരിക്കുക. ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഒരു പേപ്പർ കഷ്ണമാണ്. നമുക്ക് വേണ്ടത് അംഗീകാരമാണ്. നമ്മൾ +2 പാസ്സായി എന്നുള്ളത് ഗ്ലോബലി അംഗീകരിക്കണം. അതിന് നമുക്ക് ഇന്റർനാഷണൽ പ്രസൻസ് ഉള്ള NIOS എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നുള്ള ഈ ബോർഡാണ് ഏറ്റവും നല്ലത്. സോ ഇതല്ലാതെ വേറൊരു ബോർഡ് നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് ബെറ്റർ. കാരണം നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റിന് നമ്മളെ നോർമലി കുട്ടികൾ +1 +2 എടുക്കുന്ന 2 വർഷത്തെ സർട്ടിഫിക്കറ്റിന്റെ അതേ വാല്യൂ ഉണ്ടാണെന്നുണ്ടെങ്കിൽ അത് NIOS സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഒക്ടോബർ 2025 ബാച്ച് ക്ലോസിംഗ് ആകുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിലോട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാർച്ച് 15 വരെ നമുക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. സോ അതുവരെ നമുക്ക് ഈ ഒരു ഒക്ടോബർ 6 മാസത്തെ ഈ ഒരു ഒക്ടോബറിലോട്ട് പരീക്ഷ എഴുതുന്ന രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഇനിയും ഒരുപാട് സംശയങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും എന്നറിയാം. എന്ത് ഡൗട്ട്സുകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്താൽ എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നതിന് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.